അതിൽ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒക്ടോബർ 7-ന് ആക്രമണം നടന്നു. ആക്രമണം നടന്നപ്പോൾ ഏതാണ്ട് 1000-ൽ പരം പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ കേരളത്തിലുൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ആവേശവും ഒക്കെയായിരുന്നു. ഹമാസ് പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കൽ, ആവേശം കൊണ്ട് നൃത്തം വയ്ക്കൽ, ഇങ്ങനെ കുറേ കലാപരിപാടികളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒക്ടോബർ 7-ന് ശേഷം ഇസ്രയേലിൻ്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ അതിന് വളരെ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് ഗസയിലെ ജനങ്ങളെ നന്നായി ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനൊപ്പം തന്നെ ഹമാസിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കളും ഇതോടുകൂടി കൊല്ലപ്പെട്ടു. അവരെയൊക്കെ ഇസ്രായേൽ വധിച്ചു. അത് ഇറാനിൽ പോയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ജോർദാനിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇതൊക്കെ ഇസ്രയേൽ കൃത്യമായി ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഹമാസിന് നിരവധി അവരുടെ നേതാക്കളെ നഷ്ടപ്പെട്ടു. ഗാസയിൽ കൂട്ടക്കൊലകൾ തന്നെ ഉണ്ടായി. ഒരുപാട് ജനങ്ങൾക്ക്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ജീവിതം നഷ്ടമായി. സത്യത്തിൽ ഹമാസ് എന്ത് നേടി? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ക്രൂരതയുടെ പ്രൊപ്പോർഷനേറ്റായ തിരിച്ചടിയൊന്നും ഇസ്രായേൽ നടത്തിയിട്ടില്ല. ഒരു കിരാതമായ ഒരു നരവേട്ടയായിരുന്നു ഒക്ടോബർ 7, 2023 നടന്നത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതിന് ഒപ്പിച്ച് യാതൊരുവിധ ക്രൂരതയും ഇസ്രായേൽ കാണിച്ചിട്ടില്ല. യെസ്, യുദ്ധം നടക്കുന്നതിൻ്റെ നടുക്ക് കൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് മാറി നിൽക്കാതെ അവിടെ തന്നെ ജനം നിൽക്കുകയും അതിൻ്റെ മേളിൽ ഇസ്രായേലി ആക്ഷൻ ഉണ്ടാവുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഹ്യൂമൻ ഷീൽഡായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഗർഭിണികൾ, കുട്ടികൾ, സ്ത്രീകൾ എന്ന് പറയാൻ വേണ്ടി മാത്രം അവരെ അവിടെ കൊണ്ട് നിർത്തി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അപലപനീയമാണ്. അത് തീർത്തും അപലപനീയമാണ്. അത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അതും ക്രൂരതയാണ്. ഹമാസിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻ്റെ ക്രൂരത തന്നെയാണ്. അത് ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന ദിവസം ഈ കെട്ടിടം ആക്രമിക്കപ്പെടും എന്ന് പറയുമ്പോൾ പോലും അത് അവിടെ നിന്ന് മാറാനോ ഒന്നും കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്രൂരത ശരിക്കും ഏകപക്ഷീയമായിട്ട് തന്നെ പലസ്തീൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ പറയും. ഹമാസ് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസ് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഹമാസ് പോട്ടെ, പലസ്തീൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? പലസ്തീൻ എന്താണ് നേടിയിരിക്കുന്നത്? ഒന്നും നേടിയിട്ടില്ല. കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. സ്ഥലം ഉൾപ്പെടെയുള്ള, ജീവൻ ഉൾപ്പെടെയുള്ള ഇത് പോയിട്ടേ ഉള്ളൂ. അതുപോലെ നരേറ്റീവിന് വേണ്ടി ജീവനും സ്ഥലവും കുരുതി കൊടുക്കുന്ന പരിപാടി എന്ന് ഹമാസ് നിർത്തുമോ അന്ന് അവർ നന്നാവും. പക്ഷെ അത് പറ്റില്ലല്ലോ. കാര്യം ജൂത ജനതയോടുള്ള മതപരമായിട്ടുള്ള എതിർപ്പ്, വിരോധം, അത് മാറ്റിവെച്ചിട്ട് ഹമാസിനൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഹമാസിനൊരു ജീവിതമുണ്ടോ? അതാണ് ഐഡിയോളജി എന്ന് പറഞ്ഞ് ക്രൂരതയും വെറുപ്പും പടർത്തുന്നതാണ് ഐഡിയോളജി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഐഡിയോളജി എന്തെങ്കിലും ജയിക്കുമോ? എനിക്ക് തോന്നുന്നില്ല.